അഴകിയ സിംഹം കഥയുടെ തുടർച്ച. കുറച്ചു ദിവസത്തെ അവധിക്ക് ശേഷം പബ്ലിക് പരീക്ഷ തുടങ്ങി. എക്സാം ഹാളിൽ രണ്ട് അപരിചിതരെ പോലെ ജയൻ സാറും പാർവതിയും. ക്വസ്റ്റ്യൻ പേപ്പറും എക്സ്ട്രാ ആൻസർ ഷീറ്റും നൽകുവാനുമായി ജയൻ സാർ പല പ്രാവശ്യം പാർവതിയുടെ തൊട്ടടുത്ത് വന്ന് നിന്നെങ്കിലും അവൾ സാറിന്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. ഓരോ നിമിഷവും ജയൻ സാറിനോടുള്ള പ്രണയാഗ്നി അവളുടെ ഉള്ളിൽ ആളി പടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ സാറിന് കൊടുത്ത വാക്ക് പാലിക്കുവാനായി ആ പ്രണയാഗ്നിയുടെ ശോഭ തന്റെ മുഖത്ത് പ്രതിഫലിപ്പിക്കാതിരിക്കാൻ പാർവതി നന്നെ പാടുപെട്ടു. ഒരു വിധത്തിൽ എക്സാം എഴുതി തീർത്ത് അവൾ വീട്ടിലേക്ക് പോയി. സാറിനെ ഒരു നോക്ക് കാണാൻ പോലും ഇന്ന് എനിക്ക് കഴിഞ്ഞില്ല. സാറ് എൻ്റെ അരികിൽ വന്ന് നിൽക്കുമ്പോൾ ആ ശ്വാസവും ഗന്ധവും എൻ്റെ അന്തരാത്മാവിനെയാണ് സ്പർശിക്കുന്നത്. ഓരോ നിമിഷവും എൻ്റെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുരാഗസാഗരത്തെ എത്ര നാൾ എനിക്കിങ്ങനെ തടഞ്ഞു നിർത്താനാവും? പഴയതുപോലെ സാറിനെ സ്നേഹിക്കുവാനും ആ സ്നേഹം അനുഭവിക്കാനും എനിക്കിനി കഴിയുമോ? എന്തായാലും അധിക നാൾ എനിക്കിങ്ങനെ തുടരാനാവില്ല. സാറിന് കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കാനും എനിക്ക് കഴിയില്ല. ഇവയെല്ലാം പാർവതി തന്റെ മനസ്സിൽ ചിന്തിച്ചു. എക്സാം ഹാളിൽ നിന്ന് വീട്ടിലെത്തിയ ജയൻ സാറിന്റെ മനസ്സിൽ പാർവതി മാത്രമായിരുന്നു. മുൻപ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുഖത്ത് നിന്ന് അവൾ കണ്ണെടുക്കില്ലായിരുന്നു. ഇന്ന് ഇമ വെട്ടാതെ ഓരോ സെക്കൻഡിലും ഞാൻ അവളെ മാത്രമാണ് നോക്കിയത്. എന്നിട്ടും അവളുടെ ആ ഒരു നോട്ടം പോലും എന്നിലേക്ക് വന്നില്ല. ഇവയെല്ലാം ജയൻ സാർ തന്റെ മനസ്സിൽ ചിന്തിച്ചു. മനസ്സിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ധൈര്യമെല്ലാം ചോർന്നു പോകുന്നത് പോലെ ജയൻ സാറിന് തോന്നി. എക്സാമിന്റെ 2ാം ദിവസത്തിലും ഇതേ സ്ഥിതി തന്നെ തുടർന്നു. തനിക്ക് ജയൻ സാറിനെ സ്നേഹിക്കാനാവുന്നില്ല. സാറിനോടുള്ള സ്നേഹമെല്ലാം ഉള്ളിലൊതുക്കി ഇങ്ങനെ എത്ര നാൾ ഇവിടെ പിടിച്ചു നിൽക്കാനാവുമെന്ന് തനിക്കറിയില്ല. ഇനി 1 വർഷം കൂടി കഴിഞ്ഞാൽ മാത്രമേ ഡിഗ്രി കംപ്ലീറ്റ് ആവുകയുള്ളൂ. അത്രയും നാൾ ഇങ്ങനെ തുടരാനാവില്ലെന്ന് പാർവതിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അല്പം ഹൃദയവേദനയോടെ ആണെങ്കിലും അവൾ ആ തീരുമാനത്തിൽ എത്തിച്ചേർന്നു. കോളേജിൽ നിന്ന് TC വാങ്ങിക്കുക. ഹൈദരാബാദിലുള്ള ലിൻഡ ചേച്ചിയുടെ അടുത്തേക്ക് പോകാനാണ് അവൾ തീരുമാനിച്ചത്. എന്തുകൊണ്ടും ഇവിടെ നിന്ന് ഒരു മാറ്റം അത്യാവശ്യമാണെന്ന് പാർവതിക്ക് തോന്നി. തന്റെ ജീവന്റെ ജീവനായ ജയൻ സാറിന്റെ സാന്നിധ്യവും സാറിന്റെ ഓർമ്മകളും നിറഞ്ഞു നിൽക്കുന്ന ഈ നാട്ടിൽ നിന്നും തന്റെ ഹൃദയത്തെ പറിച്ചു നടുന്നതിൽ പാർവതിക്ക് അതിയായ വേദനയുണ്ടായിരുന്നെങ്കിലും സാറിന് കൊടുത്ത വാക്ക് ഒരിക്കലും തെറ്റിക്കരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ജയൻ സാറിനോടുള്ള പ്രണയമെല്ലാം ഉള്ളിലൊതുക്കി ഹൈദരാബാദിലേക്ക് പോകാൻ തന്നെ പാർവതി തീരുമാനിച്ചു. 3ാം ദിവസത്തെ എക്സാം കഴിഞ്ഞിറങ്ങിയ പാർവതി നേരെ ഓഫീസ് റൂമിലേക്ക് പോയി. TCയുടെ അപേക്ഷാ ഫോം വാങ്ങി അത് പൂരിപ്പിച്ച് പ്യൂൺ ശങ്കരേട്ടനെ ഏൽപ്പിച്ചു. അത് കണ്ടപ്പോൾ ശങ്കരേട്ടന് ആകെ അത്ഭുതം. എന്ത് പറ്റി മോളെ? നീ ഇപ്പോ 2ാം വർഷമല്ലേ? ഇനി 1 വർഷം കൂടിയില്ലേ? ഇപ്പോ എന്തിനാ ഈ TC മേടിക്കുന്നത്? അത് ശങ്കരേട്ടൻ, ഈ അപേക്ഷ മാഡത്തിനെ ഏൽപ്പിക്കണം. എന്നിട്ട് ഇതിൽ സൈൻ ചെയ്ത് തരാൻ പറയണം. എനിക്ക് ഇവിടുന്ന് പോകണം. പോയേ പറ്റൂ. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി അവിടെ നിന്ന് ഓടിപ്പോയി. പാർവതിയുടെ ഈ തീരുമാനത്തെ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒട്ടും ഉൾക്കൊള്ളുവാനായില്ല. നാളത്തെ പരീക്ഷ കൂടി കഴിഞ്ഞാ പിന്നെ 2-2.5 മാസം നിനക്ക് അവധിയാ. ശരി, അപ്പോൾ കുറച്ച് ദിവസം നിനക്ക് ലിൻഡയുടെ അടുത്ത് പോയി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ പൊയ്ക്കോ. അതിന് ഞങ്ങൾ ആരും നിന്നെ എതിർക്കില്ല. പക്ഷേ TCയും വാങ്ങി കോളേജിൽ നിന്നും ഈ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഞാൻ എന്നേക്കുമായി പോവുകയാണെന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതിനു മാത്രം ഇപ്പം ഇവിടെ എന്താ ഉണ്ടായത്? പാർവതിയുടെ അമ്മ ഭാനുമതിയുടെ വാക്കുകൾക്ക് മുന്നിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ പാർവതി നിശബ്ദയായി നിന്നു. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. എപ്പോൾ നോക്കിയാലും അവൾ മുകളിൽ മുറി അടച്ചിട്ട് കിടപ്പ. അതിന് തക്കതായി എന്തോ നഷ്ടപ്പെട്ടതുപോലെ. ആഹാരം കഴിക്കാൻ വിളിച്ചാലോ വന്നിരുന്നിട്ട് 1-2 വറ്റ് കഴിക്കും. അവളുടെ കോല നോക്കിക്കേ. ഭക്ഷണം കഴിക്കുന്ന വീട്ടിലുള്ളതാണെന്ന് ഇപ്പൊ ഇവളെ കണ്ടാ പറയോ? ഇത്രയും പറഞ്ഞപ്പോൾ ഭാനുമതിയുടെ മിഴികൾ നിറഞ്ഞു. മോളെ, നീ ഇപ്പോ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ എന്താ കാരണം? പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഈ ലോകത്തിലില്ല. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും മോള് ഞങ്ങളോട് പറ.
അച്ഛന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ പാർവതിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. അവൾ ഒന്നും മിണ്ടാതെ മുകളിലുള്ള തന്റെ മുറിയിലേക്ക് ഓടിപ്പോയി. ഇന്ന് എക്സാമിന്റെ അവസാന ദിവസമാണ്. എക്സാം എഴുതി കഴിഞ്ഞ് പാർവതി പ്രിൻസിപ്പൽ മാഡത്തിന്റെ റൂമിലേക്ക് പോയി. ഈ അപേക്ഷ എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഇനി 1 വർഷം കൂടെയല്ലേ ഉള്ളൂ. അത് തുടർന്ന് ഇവിടെ തന്നെ പഠിച്ചൂടെ? എന്തിനാ ഇപ്പോൾ കുട്ടി TC വാങ്ങി പോകുന്നത്? അതിനു മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? പ്രിൻസിപ്പൽ മാഡത്തിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ പാർവതിക്ക് സങ്കടം സഹിക്കാനായില്ല. അവൾ മാഡത്തെ കെട്ടിപ്പിടിച്ചു. മാഡത്തിനെയും ഈ കോളേജും ഇവിടെ ചെലവഴിച്ച ഓരോ നിമിഷവും ഞാൻ എന്നും ഓർമ്മിക്കും. ഇതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇവിടെ തുടർന്ന് പഠിക്കാൻ എനിക്കാവില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് മാഡം എന്നോട് ചോദിക്കരുത്. പറയാൻ എനിക്ക് മറുപടിയില്ല. പാർവതി ഇവിടെ നിന്ന് TC വാങ്ങിയ കാര്യം എന്താണെന്ന് ജയദേവൻ അറിയാവോ? ആ കുട്ടി ആകെ ഇമോഷണലായാണ് എന്നോട് സംസാരിച്ചത്. അതിന് കാര്യമായ എന്തോ വിഷമമുണ്ട്. പ്രിൻസിപ്പൽ മാഡത്തിൽ നിന്നും ഈ കാര്യം കേട്ട ജയൻ സാർ ആകെ ഷോക്കായി നിന്നു. പാർവതി അവള് വേറെ ഏത് കോളേജിലേക്കാ പോകുന്നതെന്നോ മറ്റോ മാഡത്തോട് പറഞ്ഞിരുന്നു? അതൊന്നും ഞാൻ ചോദിച്ചില്ല. ആ കുട്ടിയുടെ വിഷമം കണ്ടപ്പോൾ ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. ജയൻ സാർ ആകെ നിരാശനായി. മനസ്സിലാകെ ഒരു ഭാരം പോലെ. പാർവതിയുടെ ഓർമ്മകളുമായി വീട്ടിൽ വന്ന് കയറിയ ജയൻ സാർ കണ്ടത് പൂമുഖത്ത് വിഷമിച്ചിരിക്കുന്ന തൻ്റെ അമ്മയെയാണ്. അമ്മയ്ക്ക് എന്തു പറ്റി? എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? നീ വന്നോ? ഞാനേ അപ്പുറത്തെ കാര്യം ആലോചിച്ചിരുന്നു പോയതാ. ആ കുട്ടിയില്ലേ പാർവതി, അത് നാളെ ഹൈദരാബാദിലേക്ക് പോവുകയാണെന്ന്. ഭാരതിയമ്മയുടെ ആ വാക്കുകൾ ജയൻ സാറിന് ഒട്ടും ഉൾക്കൊള്ളുവാനായില്ല. ഹൈദരാബാദിലേക്കോ? എന്തിനാ? ഭാനുമതിയുടെ കൂട്ടുകാരിയുടെ മോളെ അവിടെ നേഴ്സാണത്രേ. വെക്കേഷൻ തുടങ്ങുമല്ലേ, കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാനാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. ആ കുട്ടി കോളേജിൽ നിന്ന് TC വാങ്ങിയത്രേ. ഇനി ആ കോളേജിലേക്കും ഈ നാട്ടിലേക്കും ഇല്ലെന്ന് പറഞ്ഞാണത്രേ അത് പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് അവരച്ഛനും അമ്മയും മാറി മാറി ചോദിച്ചിട്ടും ആ കൊച്ച് ഒന്നും പറയുന്നില്ലെന്ന്. പാവം, അതിന് കാര്യമായ എന്തോ വിഷമമുണ്ട്. ഇത്രയും പറഞ്ഞതിനു ശേഷം ഭാരതിയമ്മ ജയൻ സാറിനെ നോക്കി. അല്ല, ആ കുട്ടി നിന്റെ സ്റ്റുഡൻ്റ് അല്ലേ? നിനക്ക് ഇതേപറ്റി ഒന്നും അറിയില്ലേ? ഭാരതിയമ്മയോട് അപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് ജയൻ സാറിന് അറിയില്ലായിരുന്നു. സാർ ഒന്നും മിണ്ടാതെ തന്റെ മുറിയിൽ കയറി വാതിലടച്ചു. പാർവതിയെ കുറിച്ചോർത്ത് ജയൻ സാറിന്റെ മിഴികൾ നിറഞ്ഞൊഴുകി. എന്ത് ചെയ്യണമെന്നറിയാതെ ജയൻ സാർ തന്റെ മുറിയിൽ തലങ്ങും വിലങ്ങും നടക്കുവാൻ തുടങ്ങി. രാത്രി ഏറെ ആയിട്ടും മുറിയുടെ വാതിൽ തുറക്കാത്തതുകൊണ്ട് ഭാരതിയമ്മ വാതിൽ തട്ടി വിളിച്ചു. പെട്ടെന്ന് ജയൻ സാർ വാതിൽ തുറന്നു. തന്റെ മകൻ ആകെ അസ്വസ്ഥനാണെന്ന് ഭാരതിയമ്മയ്ക്ക് മനസ്സിലായി. എന്താടാ, നിനക്ക് എന്തു പറ്റി? നീ കോളേജിൽ നിന്ന് വന്നപ്പോൾ കയറി കതകടച്ചതാണല്ലോ. നീ ഉറങ്ങുമായിരിക്കുമെന്ന് കരുതിയാ ഞാൻ നിന്നെ ഇത്ര നേരം വിളിക്കാതിരുന്നത്. തന്റെ അമ്മയോട് അപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് ജയൻ സാറിന് അറിയില്ലായിരുന്നു. ഇല്ലമ്മേ, ഒന്നുമില്ല. അല്പം പരിഭ്രമത്തോടെ ജയൻ സാർ പറഞ്ഞു. ശരി, എങ്കിൽ ഞാൻ ആഹാരം എടുത്തു വയ്ക്കട്ടെ? ഭാരതിയമ്മ വീണ്ടും ചോദിച്ചു. വേണ്ടമ്മേ, എനിക്ക് നല്ല വിശപ്പില്ല. അമ്മ കഴിച്ചോളൂ. വിശപ്പില്ലാത്തതിൻ്റെ കാരണം എന്താണെന്നാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. കുറച്ച് ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. എപ്പോൾ നോക്കിയാലും കാര്യമായ എന്തോ ആലോചനയില്ല. നിനക്കെന്താ പറ്റിയത്? ആശങ്കയോടെ ഭാരതിയമ്മ ചോദിച്ചു. ഇല്ലമ്മേ, എനിക്ക് ഒന്നുമില്ല. അമ്മ പൊയ്ക്കോളൂ, ഞാൻ അല്പം ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജയൻ സാർ വീണ്ടും തൻ്റെ മുറിയുടെ വാതിലടച്ചു. ജയൻ സാറിന്റെ മനസ്സിൽ നിറയെ പാർവതിയും അവളുടെ ഓർമ്മകളും മാത്രമായിരുന്നു.
സാറ് എന്നെ വിട്ടു പോവോ? നോക്ക്, ഞാൻ നിന്നെ പ്രാണനെ പോലെ സ്നേഹിക്കും. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന പാർവതിയുടെ വളപ്പൊട്ടുകൾ ജയൻ സാർ തന്റെ കയ്യിലെടുത്തു. കുറച്ചുനേരം അതിലേക്ക് തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് സാറിന്റെ മിഴികൾ നിറഞ്ഞു. പാർവതിയുടെ ആ വളപ്പൊട്ടുകൾ ഉള്ളം കൈയിൽ അമർത്തി നെഞ്ചോട് ചേർത്തുകൊണ്ട് ജയൻ സാർ തന്റെ നിറഞ്ഞ മിഴികൾ ഇറുക്കി അടച്ചു.